ഞാൻ ഉണ്ണികൃഷ്ണൻ, സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ചൊവ്വാഴ്ച മാർച്ച് 26. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ ചൊവ്വാഴ്ചയും നമ്മളൊരു FNO സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ഈ FNO സ്ട്രാറ്റജി കോളും പുട്ടും ഉപയോഗിച്ച് റേഞ്ച് ബൗണ്ട് സ്റ്റോക്കിന് വേണ്ടി വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. വളരെ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ അത് മുഴുവനായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ ഏഷ്യൻ പെയിന്റ്സിലാണ് ഒരു സ്ട്രാറ്റജി ചെയ്തിരുന്നത്. നിങ്ങൾ ആരെങ്കിലും അത് ഫോളോ ചെയ്തിരുന്നോ? ആ സ്ട്രാറ്റജി നോക്കി പഠിച്ചിരുന്നോ? അതിനുശേഷം എല്ലാ ദിവസവും അതിന്റെ സ്റ്റോക്ക് മൂവ്മെന്റ് ഒക്കെ നോക്കി അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്, എത്ര ലോസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എന്തായാലും ആ സ്ട്രാറ്റജി ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തു. അപ്പോൾ സ്ട്രാറ്റജി എന്തായിരുന്നു? നമ്മൾ എന്തായിരുന്നു? ഏഷ്യൻ പെയിന്റ്സ് 2828 രൂപ 50 പൈസ എന്ന വിലയിൽ നിൽക്കുമ്പോൾ ഒരു ഏപ്രിൽ സീരീസിൽ ഒരു ഫ്യൂച്ചർ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2800 ഏപ്രിലിലെ ഒരു പുട്ട് 56 രൂപ 40 പൈസയ്ക്ക് വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഏഷ്യൻ പെയിന്റ്സ് 2800 അതിന്റെ സപ്പോർട്ട്. 2800 നിന്ന് സപ്പോർട്ട് എടുത്ത് കുറച്ച് മുകളിലേക്ക് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഏഷ്യൻ പെയിന്റ്സ് പ്രതീക്ഷിച്ച പോലെ തന്നെ മുകളിലേക്ക് പോയി. ഈ ഫ്രൈഡേ 2881 എന്ന വിലയിൽ ഫ്യൂച്ചർ എത്തിയപ്പോൾ ആ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തു, ഫ്യൂച്ചർ വിറ്റു. അതേസമയം വാങ്ങിച്ചിരുന്ന പുട്ടും സ്ക്വയർ ഓഫ് ചെയ്തു. പുട്ട് സ്ക്വയർ ഓഫ് ചെയ്തത് 56.40 എന്ന വിലയിൽ വാങ്ങിച്ചിരുന്ന പുട്ട് സ്ക്വയർ ഓഫ് ചെയ്തത് 27 രൂപയ്ക്കാണ്. അപ്പോൾ പുട്ടിൽ അവിടെ നഷ്ടം വന്നു, ഫ്യൂച്ചറിൽ ലാഭം കിട്ടി. ടോട്ടൽ നമുക്ക് ഈ ട്രേഡിൽ ലാഭം കിട്ടിയത് 4400 രൂപയാണ്. അപ്പോൾ മാർജിൻ റിക്വയർഡ് ഫോർ ദിസ് ട്രേഡ് വാസ് അറൌണ്ട് 60,000. ഏകദേശം 60,000 രൂപ നമ്മൾ മാർജിൻ കൊടുത്തിട്ട് നമുക്ക് 4400 രൂപ പ്രോഫിറ്റ് 3 ദിവസത്തിനുള്ളിൽ കിട്ടി. അപ്പോൾ ഏകദേശം ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7% മീതുള്ള ROI ആണ് നമുക്ക് ഈ ട്രേഡിൽ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ചെയ്യുന്ന ട്രേഡ് HDFC ബാങ്കിലാണ് ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റും അല്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഒരു സാമ്പിൾ സ്ട്രാറ്റജി മാത്രമാണ്. ഇത് ദയവ് ചെയ്ത് അനുകരിക്കരുത്. നിങ്ങൾക്ക് സ്ട്രാറ്റജി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ വ്യൂ ഉള്ള സ്റ്റോക്കിൽ മാത്രം നിങ്ങൾ സ്ട്രാറ്റജി ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെയാണ് പിന്നീട് അങ്ങോട്ട് വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത സ്ട്രാറ്റജിയുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും ടോട്ടൽ എത്ര സ്ട്രാറ്റജി തന്നിട്ടുണ്ട്, അതിൽ എത്ര എണ്ണത്തിൽ പ്രോഫിറ്റ് ആണ്, എത്ര എണ്ണത്തിൽ ലോസ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് HDFC ബാങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ HDFC ബാങ്കിലുള്ള എൻ്റെ വ്യൂ എന്ന് പറഞ്ഞ് HDFC ബാങ്കിന്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് 1432 രൂപയാണ് ക്യാഷ് മാർക്കറ്റിൽ HDFC ബാങ്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ HDFC ബാങ്കിൽ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ 1400 താഴെയും പോകില്ല, 1480 1500 മുകളിലും പോകില്ല അടുത്ത 1-2 ആഴ്ച എന്നാണ് എൻ്റെ വ്യൂ. ഈ വ്യൂ അടിസ്ഥാനമാക്കിയാണ് ഈ സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വ്യൂ മാത്രമാണ്. ഇതെല്ലാം 100% ഫുൾ പ്രൂഫ് ആകണമെന്നോ 100% ശരിയാകണമെന്നോ ഇല്ല. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഈ സ്ട്രാറ്റജി ചെയ്യാനുള്ള കാരണം പ്രീമിയം DK, അതായത് ടൈം കറക്ഷൻ മൂലമുണ്ടാകുന്ന പ്രീമിയം DKനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിയാണിത്. ഇതാണ് നമ്മളുടെ ട്രേഡ് എന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ ചെയ്തിരിക്കുന്നത് HDFC ബാങ്ക് ഏപ്രിൽ സീരീസ് 1450 പുട്ട് നമ്മൾ വിറ്റിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് 35 രൂപ 40 പൈസയ്ക്ക്. ഐ റിപ്പീറ്റ്, 1450 HDFC ബാങ്ക് ഏപ്രിൽ സീരീസ് പുട്ട് വിറ്റിരിക്കുകയാണ് 35 രൂപ 40 പൈസയ്ക്ക്. അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1380 ഏപ്രിൽ സീരീസ് വാങ്ങിച്ചിരിക്കുകയാണ് 10 രൂപ 55 പൈസയ്ക്ക്. ഇതാണ് ആദ്യത്തെ ട്രേഡ്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഏപ്രിൽ സീരീസ് 1480 കോള് നമ്മൾ വിറ്റിരിക്കുകയാണ് 21 രൂപ 45 പൈസയ്ക്ക്.
അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ HDFC ബാങ്കിന്റെ 1520 കോള് വാങ്ങിച്ചിരിക്കുകയാണ് 10 രൂപ 35 പൈസയ്ക്ക്. അപ്പോൾ ടോട്ടൽ 4 ട്രേഡ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ 4 ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോട്ടൽ മാർജിൻ ആവശ്യമായി വന്നിരിക്കുന്നത് ഏകദേശം 80,000 റുപ്പീസ് ആണ്. ഇതിൽ വരാവുന്ന ലോസ്, അതായത് HDFC ബാങ്ക് 1380 താഴെ പോവുകയാണെങ്കിൽ ഏകദേശം 19,000 രൂപ നഷ്ടവും, അത് 1520 മുകളിൽ പോവുകയാണെങ്കിൽ ഏകദേശം 2200 രൂപ നഷ്ടവും വരാവുന്നതാണ്. മാക്സിമം നഷ്ടം 19,000 മാത്രമേ വരികയുള്ളൂ. അതുകൂടാതെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1450-നും 1480-നും ഇടയ്ക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് 19,000 രൂപയാണ്. അപ്പൊ എപ്പോഴാണ് ഈ ട്രേഡ് സ്ക്വയർ ഓഫ് ചെയ്യേണ്ടത്? 6,000 മുതൽ 8,000 വരെ പ്രോഫിറ്റ് എപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുവോ ആ സമയത്ത് നമുക്ക് ഈ ട്രേഡ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതായത് 6,000 മുതൽ 8,000 വരെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 80,000-ന് മുകളിൽ നമുക്ക് ഏകദേശം 7% to 10% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്. എപ്പോഴാണ് നമുക്ക് ഇതിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടത്? HDFC ബാങ്കിന്റെ ക്യാഷ് മാർക്കറ്റിലുള്ള പ്രൈസ് ഏകദേശം 1370 രൂപയ്ക്ക് താഴെ പോവുകയാണെങ്കിൽ ക്ലോസിംഗ് ബേസിസിൽ, അപ്പോൾ നമുക്കിതിൽ ലോസ് ബുക്ക് ചെയ്യുന്നതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.